ഗുഡ് മോർണിംഗ് ഓൾ. രാമകൃഷ്ണൻ ടി ബി എം ഡി ആൻഡ് CEO ഓഫ് ഷെയർവെൽ സെക്യൂരിറ്റീസ് ലിമിറ്റഡ് ആണ്. ഒപ്പം സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റ് കൂടിയാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ച് നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഇന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് സ്ലൈറ്റ്ലി ബെറ്റർ ഓപ്പണിംഗ് ആണ്. ഇന്ത്യയിലെ മറ്റ് ഏഷ്യൻ മാർക്കറ്റുകളുടെ സ്ഥിതി നോക്കുകയാണെങ്കിൽ ജപ്പാനും സൗത്ത് കൊറിയയും മാർക്കറ്റുകൾ ഒഴികെ മറ്റെല്ലാ മാർക്കറ്റുകളും സ്ലൈറ്റ്ലി വീക്കായിട്ടാണ് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത്. അമേരിക്കൻ മാർക്കറ്റുകൾ സ്ലൈറ്റ്ലി ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തിരുന്നത്. US ഫെഡിൻ്റെ 2 ദിവസത്തെ ബോർഡ് മീറ്റിംഗ് ഇന്ന് ആരംഭിക്കുകയാണ്. നാളെയാണ് US ഫെഡിൻ്റെ ഡിസിഷൻ വരാൻ പോകുന്നത്. ഒരുപക്ഷെ സെപ്റ്റംബർ മുതൽ അമേരിക്കയിൽ പലിശ നിരക്ക് കുറച്ചു തുടങ്ങുമെന്നുള്ള എക്സ്പെക്റ്റേഷനാണ് അമേരിക്കയിലുള്ളത്. ഒപ്പം നാളെ വരുന്ന കൺസ്യൂമർ പ്രൈസ് ഇൻഫ്ലേഷൻ ഡാറ്റയും വളരെ പ്രധാനപ്പെട്ടതാണ് അമേരിക്കയിൽ. അപ്പോൾ US ഫെഡിൻ്റെ ഡിസിഷൻ വന്നതിന് ശേഷമാണ് അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് നമുക്ക് US മാർക്കറ്റിലും അതുപോലെ തന്നെ മറ്റ് ഗ്ലോബൽ മാർക്കറ്റുകളിലൊക്കെ കാണാനായിട്ട് സാധിക്കുള്ളൂ. ഇന്നലെ യൂറോപ്യൻ മാർക്കറ്റുകളെല്ലാം തന്നെ വീക്കാണ്. യൂറോപ്പിലെ പുതിയ പ്രതിസന്ധി എന്ന് പറയുന്നത് ഫ്രാൻസിലെ ഇലക്ഷനാണ്. വലതുപക്ഷത്തിന് ഊന്നൽ നൽകുന്ന പാർട്ടികൾ വലിയ രീതിയിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള ഒരു ഇൻഡിക്കേഷനാണ് യൂറോപ്യൻ മാർക്കറ്റിൽ ഒരു സെൽ ഓഫ് ഉണ്ടാക്കിയിട്ടുള്ളത്. തീർച്ചയായിട്ടും തീവ്ര വലതുപക്ഷ പാർട്ടികൾ അധികാരത്തിൽ വരികയാണെങ്കിൽ പല ടെൻഷൻസും അതാത് രാജ്യങ്ങളിൽ ഉണ്ടാകുന്നുള്ള എക്സ്പെക്റ്റേഷനാണ്. അതിൻ്റെ ഇമ്പാക്റ്റ് ഇന്ന് ഏഷ്യൻ മാർക്കറ്റിലും സ്ലൈറ്റ്ലി ഉണ്ട്. ഇനി നമ്മൾ അമേരിക്കയിലെ ഇന്നലത്തെ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ട് ന്യൂസ് ഫ്ലോസ് നോക്കുകയാണെങ്കിൽ NVIDIA ഇന്നലെ മുതൽ സ്റ്റോക്ക് സ്പ്ലിറ്റ് കഴിഞ്ഞിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. $121.9 പെർ ഷെയർ ആണ് ഇന്നലെ ക്ലോസ് ചെയ്തിട്ടുള്ളത്. 10-1 സ്റ്റോക്ക് സ്പ്ലിറ്റ് നടത്തിയിട്ടുള്ളത്. നമ്മളിനി നമ്മുടെ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ നമ്മൾ ഇന്നലെ പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തൊരു ദിവസമാണ്. ഇന്നും ഒരുപക്ഷെ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. കാരണം പോർട്ട്ഫോളിയോസ് കേന്ദ്രമന്ത്രിമാരുടെ പോർട്ട്ഫോളിയോസ് എല്ലാം അനൗൺസ് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത രീതിയിലുള്ള ഒരു അനൗൺസ്മെൻറ്റ് തന്നെയാണ്. പഴയ മിനിസ്റ്റേഴ്സ് തന്നെയാണ് ഒട്ടുമിക്കവാറും വകുപ്പുകളിലും വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അതിൻ്റേതായ പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാവാം. പ്രത്യേകിച്ച് ഡിഫൻസ്, റെയിൽവേ റിലേറ്റഡ്, ഇൻഫ്രാസ്ട്രക്ചർ റിലേറ്റഡ് സ്റ്റോക്കുകളിലൊക്കെ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാവാനുള്ള ചാൻസസ് കൂടുതലാണ്. അതോടൊപ്പം തന്നെ നമ്മൾ ഇന്നലെ കമോഡിറ്റി നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാ കമോഡിറ്റികളും ബെറ്റർ ആയിട്ടാണ് ഇന്നലെ ക്ലോസ് ചെയ്തിരുന്നത്. പക്ഷേ ഇന്ന് മോർണിംഗിൽ സ്ലൈറ്റ്ലി വീക്കായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. ഗോൾഡ് ട്രേഡ് ചെയ്യുന്നത് $2,319 പെർ ഔൺസിനാണ്. ഓഗസ്റ്റ് ഫ്യൂച്ചേഴ്സ് ഇന്ന് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത്. ഓൾമോസ്റ്റ് സ്റ്റേബിൾ സ്റ്റാറ്റസ് ആണ് കമോഡിറ്റികളുടെ കാര്യത്തിൽ. അയൺ ഓർ മാത്രമാണ് സ്ലൈറ്റ്ലി ബെറ്റർ ആയിട്ട് ട്രേഡ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ക്രൂഡ് ഓയിൽ, യൂറോപ്പിൽ ഫ്രാൻസിലത്തെ ന്യൂസ് വന്നതിന് ശേഷം ബ്രന്റ് ക്രൂഡ് ഓയിൽ മുന്നേറിയിരിക്കുകയാണ്. $81.41 പെർ ബാരലിനാണ് ഇന്ന് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത്. നമ്മൾ ഡൊമസ്റ്റിക് ആയിട്ടുള്ള ന്യൂസ് ഫ്ലോസ് നോക്കുകയാണെങ്കിൽ മ്യൂച്വൽ ഫണ്ട് ഡാറ്റ വന്നിട്ടുണ്ട്. റെക്കോർഡ് അസറ്റ് അണ്ടർ മാനേജ്മെൻ്റ് ആണ് 58.64 കോടിയാണ്. അതോടൊപ്പം തന്നെ SIP കഴിഞ്ഞ മാസത്തിൽ SIP വന്നിരിക്കുന്നത് 20,904 കോടിയാണ്. റെക്കോർഡ് ഫിഗറാണ്. എല്ലാ മാസവും SIP ഇങ്ങനെ പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്ത് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇക്വിറ്റി ഇൻഫ്ലോസ് ആണ് ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നത്. ഇക്വിറ്റി ഫണ്ടുകളിലേക്കാണ് റെക്കോർഡ് ഇൻഫ്ലോ വന്നുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇത് ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ച് വളരെ പോസിറ്റീവായിട്ടുള്ള ന്യൂസ് തന്നെയാണ്. നമ്മൾ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ന്യൂസ് ഫ്ലോസ് നോക്കുകയാണെങ്കിൽ RVNL ആണ് ഇന്നത്തെ വീണ്ടും ഒരു മേജർ ആയിട്ടുള്ള ന്യൂസ് ഫ്ലോസിൽ നിൽക്കുന്ന ഒരു കമ്പനി. RVNLന് സെൻട്രൽ റെയിൽവേയിൽ 138.46 കോടി രൂപയുടെ ഓർഡർ ഉണ്ട്. അതോടൊപ്പം തന്നെ RVNL സീമെൻസ് കമ്പനിയാണ്. ബാംഗ്ലൂർ മെട്രോ റെയിൽ കോർപ്പറേഷൻ്റെ ഒരു ഓർഡർ കിട്ടിയിട്ടുണ്ട്. 349 കോടി രൂപയുടെ ഓർഡറാണ്. RVNLന് കണ്ടിന്യൂസ് ആയിട്ട് ഓൾമോസ്റ്റ് എല്ലാ ദിവസവും ഓർഡർ ഇൻഫ്ലോസ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ മുമ്പേ സൂചിപ്പിച്ചിട്ടുണ്ട് ഓർഡർ ബുക്ക് പൊസിഷൻ ഈ രീതിയിൽ പോവുകയാണെങ്കിൽ 1,00,000 കോടി അടുത്ത മാസങ്ങളിൽ കടക്കാനുള്ള ചാൻസാണ് കാണുന്നത്. ട്രില്ല് ട്രാൻസ്ഫോർമേഷൻ റെക്ടിഫയേഴ്സ് ഇന്ത്യ ലിമിറ്റഡ് ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലേസ്മെൻറ്റ് നടത്തുകയാണ്. 699.95 പെർ ഷെയർ ആണ് പ്രൈസ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. ട്രാൻസ്ഫോമേഴ്സ് സപ്ലൈ ചെയ്യുന്ന മാനുഫാക്ചർ ചെയ്യുന്ന ഒരു നല്ലൊരു സ്മോൾ ക്യാപ് കമ്പനിയാണ്. തീർച്ചയായിട്ടും പോസിറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റ് ആണ് QAPക്ക് ശേഷം നമ്മൾ ഈ കമ്പനിയിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. കൽപ്പതരു പ്രൊജക്ട് ഇന്റർനാഷണൽ NCD ഇറക്കുകയാണ്. ഒപ്പം ധാരാളം ഓർഡേഴ്സ് ബാഗ് ചെയ്തിട്ടുള്ളൊരു കമ്പനിയാണ്. മാർക്കറ്റ് താഴെ വരുന്ന അവസ്ഥയിൽ ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂ വാങ്ങി വയ്ക്കുക എന്നൊരു ഇൻഫ്രാസ്ട്രക്ചർ കമ്പനിയാണ് കൽപ്പത്തരു. ഹാവൽസും ജംബോ ഗ്രൂപ്പ് UAEയും തമ്മിലൊരു അലയൻസ് വന്നിരിക്കുകയാണ്. ഹാവൽസിൻ്റെ പ്രൊഡക്റ്റുകൾ മിഡിൽ ഈസ്റ്റ് UAEയിലൊക്കെ സപ്ലൈ ചെയ്യാനുള്ള ഒരു അലയൻസ് ആണ്. ഹാവൽസിനെ സംബന്ധിച്ച് പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. കോസ്മിക് CRF റെയിൽവേ റിലേറ്റഡ് കമ്പനിയാണ്. സ്പേസ് സപ്ലൈ ചെയ്യാനുള്ള ഓർഡേഴ്സ് കിട്ടിയിട്ടുണ്ട്. 12.86 കോടി രൂപ.
അതുപോലെ തന്നെ 10.93 കോടി രൂപ 2 ഓർഡേഴ്സാണ് കിട്ടിയിരിക്കുന്നത്. പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. പൊതുവേ ഇന്ന് വന്നിട്ടുള്ള ന്യൂസ് റോസ് എല്ലാം തന്നെ നമ്മുടെ മാർക്കറ്റിനെ സംബന്ധിച്ച് സ്ലൈറ്റ്ലി പോസിറ്റീവാണ്. ഗിഫ്റ്റ് നിഫ്റ്റി ഇൻഡിക്കേറ്റ് ചെയ്യുന്നു സ്ലൈറ്റ്ലി ബെറ്റർ ഓപ്പണിംഗ് ആണ്. റെയിൽവേ സ്റ്റോക്കുകൾ, ഡിഫൻസ് സ്റ്റോക്കുകൾ, ഇൻഫ്രാ റിലേറ്റഡ് സ്റ്റോക്കുകളൊക്കെ മുന്നേറാനുള്ള ചാൻസാണ്. അതോടൊപ്പം തന്നെ ടെലികോം റിലേറ്റഡ് സ്റ്റോക്കുകൾ, പ്രത്യേകിച്ച് തേജസ് നെറ്റ്വർക്ക്, അതുപോലെ തന്നെ ഭാരതി എയർടെൽ, ഈ സ്റ്റോക്കുകളിലൊക്കെ മുന്നേറ്റം കണ്ടേക്കാം. വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യുക. ഇനി നമ്മളെ സംബന്ധിച്ചുള്ള മേജർ ഇവൻ്റ് എന്ന് പറയുന്നത് ജൂലൈ മാസത്തിൽ പുറത്ത് വരാൻ പോകുന്ന ബഡ്ജറ്റാണ്. അപ്പോൾ എക്സിസ്റ്റിംഗ് ഫിനാൻസ് മിനിസ്റ്റർ തന്നെയാണ് ഇപ്പോൾ ഊന്നൽ നൽകാൻ പോകുന്നത്. തീർച്ചയായിട്ടും ജോബ് ക്രിയേഷനും ഗ്രോത്തിനും തന്നെയാണ്. അതുകൊണ്ട് തന്നെ ജോബ് ക്രിയേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള പല അനൗൺസ്മെൻറ്റുകളും ബഡ്ജറ്റിൽ വന്നേക്കാം. കുറച്ച് പോപ്പുലിസമൊക്കെ നമുക്ക് ബഡ്ജറ്റിൽ എക്സ്പെക്റ്റ് ചെയ്യാം. കാരണം ഒക്ടോബർ മാസത്തിൽ അസംബ്ലി ഇലക്ഷൻ വരുന്നുണ്ട്. മഹാരാഷ്ട്രയുണ്ട്, അതുപോലെ തന്നെ ജാർഖണ്ഡ് ഉണ്ട്. അപ്പോൾ ഈ അസംബ്ലി ഇലക്ഷൻ ഹരിയാനയുണ്ട്. ഈ അസംബ്ലി ഇലക്ഷൻസ് വരുമ്പോൾ തീർച്ചയായിട്ടും ജനങ്ങളുടെ ഇടയിൽ ഒരു മതിപ്പുണ്ടാക്കാനുള്ള പ്രപ്പോസലുകൾ ഒരു പക്ഷേ കേന്ദ്ര ബഡ്ജറ്റിൽ ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ കുറച്ച് പോപ്പുലിസം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ബഡ്ജറ്റാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അതേസമയം ഗ്രോത്ത് ഓറിയൻറ്റഡ് ആയിരിക്കും. ഡിഫൻസ്, റെയിൽവേ റിലേറ്റഡ്, അതുപോലെ തന്നെ റിന്യൂവബിൾ എനർജി രംഗത്തിനൊക്കെ പോസിറ്റീവ് ഇമ്പാക്റ്റ് നൽകുന്ന ബഡ്ജറ്റും ആയിരിക്കാനാണ് ചാൻസസ് കൂടുതൽ. എന്നിരുന്നാലും മറ്റ് എവരി റൈസിൽ നല്ല പ്രോഫിറ്റബിലിറ്റി ഉള്ള സ്റ്റോക്കുകളിലൊക്കെ കുറേ പ്രോഫിറ്റ് ബുക്ക് ചെയ്തിരിക്കുന്നത് നന്നായിരിക്കുന്നതാണ് എൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ഡേ ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ പ്രീ മാർക്കറ്റ് കമൻറ്ററിയോട് അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.